ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേഫ് ഹോം ജർമ്മനി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേഴ്സുമാരെ കുറിച്ചാണ്, അവരുടെ ശമ്പളത്തെക്കുറിച്ചാണ്, അവരുടെ എക്സ്പെൻസുകളെ കുറിച്ചാണ്, അവരുടെ പരീക്ഷകളെ കുറിച്ചാണ്. നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ, ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ ജർമ്മനിക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്. കുറച്ച് ലോങ് ആയിരിക്കും, എങ്കിൽ തന്നെയും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് തുടങ്ങാം. 4000 യൂറോ ശമ്പളത്തോടു കൂടി നിങ്ങൾക്ക് ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാം എന്നുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അപ്പോൾ ജർമ്മനിയിൽ ശരിക്കും 4000 യൂറോ, അതായത് 4 ലക്ഷത്തിനടുത്ത് സാലറി കിട്ടുന്നവരുണ്ടോ? ഈ സാലറി വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവർ പറയുന്ന സാലറി കൃത്യമായിട്ട് നമ്മുടെ കൈ കിട്ടും? ഇതൊക്കെയാണ് ഇന്നത്തെ സംസാര വിഷയം. ഈ സാലറി തന്നെ ടാക്സിന് മുമ്പും ടാക്സിന് ശേഷവും എത്ര കൈ കിട്ടും? ഇനി ഹോസ്പിറ്റലിലായിക്കോട്ടെ, ഓൾഡ് ഏജ് ഹോം ആയിക്കോട്ടെ, ക്ലിനിക്കുകളായിക്കോട്ടെ, ഇവിടുത്തെ സാലറികളൊക്കെ വ്യത്യാസമുണ്ടോ? അതുപോലെ തന്നെ ജർമ്മനിയിൽ ചെന്നിട്ടുള്ള ട്രെയിനിങ്ങിന് മുമ്പും ട്രെയിനിങ്ങിന് ശേഷവും എത്ര രൂപ വരെ എൻ്റെ കയ്യിൽ കിട്ടും? അതുകൂടാതെ ഞാനും എൻ്റെ കുടുംബവുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര ആയിരങ്ങൾ എനിക്ക് വീട്ടിലേക്ക് അയക്കാൻ പറ്റും? ഞാൻ എൻ്റെ നാടും കൂടൊക്കെ വിട്ട് ജർമ്മനി പോയി നിൽക്കുന്നതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങാം. ജർമ്മനിയിലെ പബ്ലിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു ഫിക്സഡ് സാലറി ആയിരിക്കും ഉണ്ടാകുക. അതായത് ഹോസ്പിറ്റൽ ഇത് പ്രകാരം ഒരു സാലറി താരിഫ് തന്നെ ഉണ്ടായിരിക്കും. അതിൽ പ്രകാരമാണ് അവർക്ക് സാലറി നിശ്ചയിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് പബ്ലിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. ഇനി നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്ന സാലറി ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് പ്രൈവറ്റിലും പബ്ലിക് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് സാലറിയിൽ ചെറുത് അല്ലെങ്കിൽ നല്ലൊരു വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് നേഴ്സായിട്ട് ജോലിക്ക് വരുന്ന ഒരാൾ കടന്നു പോകുന്നൊരു ഫേസാണ് റെക്കഗ്നേഷൻ ഫേസ്. അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെയുള്ള പരീക്ഷ പാസ്സാണ്. ചില സ്ഥലങ്ങളിൽ അതിനെ അനർക്കനിങ് എന്നും ചില സ്ഥലങ്ങളിൽ അത് കെന്നനീസെ പ്രൂഫിംഗ് എന്നും പറയുന്നു. ഇത് നമ്മളവിടെ ചെന്നിട്ട് ഉള്ള ആദ്യത്തെ 6 മാസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. ഞാനിത് പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ അനർക്കനിങ് ആണ്, ചില സ്ഥലം കെന്നനീസെ പ്രൂഫിംഗ് ആണ്. പക്ഷേ ഇത് മോസ്റ്റ്ലി എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ കെന്നനീസെ പ്രൂഫിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ 6 മാസത്തെ ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രെയിനിങ് പീരീഡ്. ഈ സമയത്ത് നമ്മളെ ഒന്നല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന സാലറിയെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. നിങ്ങളിപ്പം ട്രെയിനിങ് പീരീഡ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾക്ക് 2200 യൂറോ തൊട്ട് 2500 യൂറോ വരെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഈ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ, ഇൻഷുറൻസ്, അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ 1500 യൂറോ തൊട്ട് 1800 യൂറോ വരെയാണ്. അതായത് ബ്രൂട്ടോ ആൻഡ് നെറ്റോ ഉണ്ട്. ബ്രൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ എമൗണ്ട്, നെറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളതാണ് നെറ്റ്. ഇനി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കെന്നനീസെ പ്രൂഫും പാസ്സാവുക എന്ന് വിചാരിക്കട്ടെ. നമുക്ക് 2 അറ്റംപ്റ്റാണ് ഉള്ളത്. സെക്കൻഡ് അറ്റംപ്റ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ സാലറിയിൽ നല്ലൊരു അപ്ഗ്രേഡേഷൻ വരും. അതായത് നിങ്ങൾക്കുള്ള കൈ കിട്ടുന്ന ബ്രൂട്ടോ എമൗണ്ട്, അതായത് ടാക്സിന് മുമ്പുള്ള എമൗണ്ട് അറൗണ്ട് 3300 യൂറോ തൊട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അറൗണ്ട് 2500, 2600, 2800 യൂറോ വരെ നമുക്ക്, 2300 തൊട്ട് യൂറോ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന ടാക്സുകളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വരും. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എമൗണ്ട് ആട്ടോ. ഇത് ഓരോ സ്ഥലങ്ങളും വ്യത്യാസമായിരിക്കും, ഓരോ എംപ്ലോയീസും വ്യത്യാസമായിട്ടായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫ് ലെറ്റർ വരുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും എത്ര രൂപയാണെന്നുള്ളത്. അതിനകത്ത് നമുക്ക് ഈ ടാക്സുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നുള്ളത് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്യുന്നത് വിചാരിക്കുക, അതായത് ആൾട്ടൻഹൈമിലാണ് ജോലി ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഓൾഡ് ഏജ് ഹോമിലാണ് നിങ്ങൾ ഈ പറയുന്ന സോ കോൾ ട്രെയിനിങ് പീരീഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് അനർക്കനിങ്ങിന് മുമ്പുള്ളത് അല്ലെ, റെക്കഗ്നീഷന് മുമ്പുള്ള ഈ സമയത്തിൽ 6 മാസം നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്യുന്നത് ഉണ്ടെങ്കിൽ, അതായത് ഫ്ലാഗ് അസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കുള്ള ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 2200 യൂറോ ആയിരിക്കും. ഐ മീൻ ബ്രൂട്ടോ സാലറി കൈ കിട്ടുന്നത്.
ഇനി ടാക്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുക ശമ്പളം 1400 തൊട്ട് 1600 അല്ലെ 1800 യൂറോയിനുള്ളിലായിരിക്കും. ഇനി എക്സാം ഒക്കെ പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ കയറുമ്പോൾ നമുക്ക് വരാവുന്ന സാലറി എന്ന് പറയുന്നത് ബ്രൂട്ടോ സാലറി മാക്സിമം 2800 ടു 3600 യൂറോ വരെയാണ്. ഇനി ടാക്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 2000 യൂറോ തൊട്ട് 2500 യൂറോ വരെയാണ് കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, എപ്പോഴും മാറിപ്പോരുത് ബ്രൂട്ടോ ആൻഡ് നെറ്റ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജർമ്മനി ചെയ്തിട്ട് വർക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതൊന്നും ആരും നിങ്ങൾ പിടിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അവിടെയാണ് നിങ്ങൾക്ക് 4000 യൂറോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ സാലറി ഉയരുന്നതും കയ്യിൽ 2800 തൊട്ട് 3000 യൂറോ വരെ കയ്യിലേക്ക് വരുന്നതും. ഇറ്റ് ഡിപ്പെൻസ് ആണ്, ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. സോ ഗ്രാജുവലി നമ്മുടെ ലൈഫ് മാറുന്നതനുസരിച്ച്, ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്ട്രാ സാലറികളുണ്ട്. നമ്മളിപ്പം ഹോളിഡേയ്സുകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് 100 യൂറോ തൊട്ട് 130 യൂറോ വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ മന്ത്ലി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോഴായിട്ട് നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാം. ഓക്കെ, പബ്ലിക് ഹോളിഡേയ്സിലും സൺഡേയ്സിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള അലവൻസുകളൊക്കെ നമുക്ക് പൊതുവെ കിട്ടുക. ഇനി ഈ നാട്ടിൽ പറയുന്ന വലിയ വലിയ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കൊക്കെ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇരുത്തം വന്നിട്ടുള്ള ഒരു നേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അറിവിൽ പേഴ്സണലായിട്ട് ആരുമില്ല 4000 യൂറോ മേടിക്കുന്നവരായിട്ടും കയ്യിൽ കിട്ടുന്നതായിട്ടൊന്നുമില്ല. മറിച്ച് ഞാൻ കിട്ടിയ കണക്കുകളാണ്, ബേസ്ഡ് ഓൺ ഫാക്ടറികൾ അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഇനി ഈ കിട്ടുന്ന സാലറി ഇത്ര 3000 യൂറോ ആയിക്കോട്ടെ, 2800 ആയിക്കോട്ടെ, 1500 ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ എക്സ്പെൻസ്? നമ്മൾ വായു മാത്രം കഴിച്ചല്ല ജീവിക്കണം ജർമ്മനിയിൽ. നമുക്ക് എല്ലാ ബേസിക് നീഡ്സുകളൊക്കെ വേണം. ഷെൽട്ടർ വേണം, ക്ലോത്തിങ് വേണം, ഫുഡ് വേണം. ഇതൊക്കെ ബേസിക് നീഡ്സുകളൊക്കെ വേണം. അത് ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റാണ്, റെൻറ്റ്. ഓക്കെ, ഈ റെൻറ്റുകൾ തന്നെ പ്രധാനപ്പെട്ട 2 രീതിയിലുണ്ട്. നമ്മളൊരു വീടെടുത്ത് വെക്കുമ്പോൾ ഉള്ള റെൻറ്റ്, വീട്ടിലായിട്ട് താമസിക്കുമ്പോൾ ഉള്ള റെൻറ്റ്, അതേപോലെ തന്നെ കെൻഎസ്എ പ്രൂഫിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലായിരിക്കും നമ്മൾ താമസം തരിക. ആ സമയത്തുള്ള റെൻറ്റുകൾ വ്യത്യാസം ഉണ്ടാകും. അതേപോലെ തന്നെ ഗെമൈൻഷാഫ്റ്റുകൾ കൂട്ടമായിട്ട് ജീവിക്കുന്നതൊക്കെ ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം വലിയ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ജീവിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരു വീട് എടുക്കുമ്പോൾ 1000, 800, 1300 യൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്നാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ ഗെമൈൻഷാഫ്റ്റിലൊക്കെ ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും. 800 യൂറോ ആയിരിക്കും, പക്ഷെ 400 വെച്ചൊക്കെയാണ് എടുക്കുക. ഓക്കെ, അങ്ങനെ 800 ഇതാക്കുന്നൊക്കെയുണ്ട്. അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കൊച്ചുങ്ങളൊക്കെ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് റെൻറ്റ് പകുതിയെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കെൻഎസ്എ പ്രൂഫും കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ജർമ്മനി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലി ആയിട്ട് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ഫോഴ്സ്ഡ് ആവും വീടെടുക്കാനായിട്ട്. വീടെടുക്കുമ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെയാണ് ഇതിനകത്ത് വരാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജർമ്മനി ചെന്നപാട് തന്നെ ലാവിഷായിട്ട് ലൈഫ് നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങളെപ്പോഴും ഒരു സിറ്റിയോ അല്ല ഗ്രാമമോ അല്ലാത്ത സ്ഥലത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അവിടെ ഊബാനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഭയങ്കര ഗ്രാമത്തിൽ പോകുമ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കേണ്ടി വരും, നല്ല വീട് നോക്കേണ്ടി വരും. സിറ്റിയിലാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ ചൂസ് ചെയ്യണം. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഒന്ന് ഇരുത്തം വന്നതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ളതും ഞാൻ അവിടെ ചെല്ലുമ്പോൾ 1970 വന്നവരൊക്കെ ഉണ്ട്. സോ സീനിയേഴ്സാണ്, നമ്മൾ അവരോട് കോമ്പറ്റ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ മാത്രമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു മീൻസ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാലറ്റിൽ ഇത്ര കിടപ്പുണ്ടെന്ന്, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം ലാവിഷായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് ആകുമ്പോൾ ഫാമിലിനെ കൊണ്ടുവരുമ്പോൾ കൊച്ചുങ്ങളുണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, ഇവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം. വലിയ ഫാമിലി വേണം. അപ്പോൾ ഓട്ടോമാറ്റിക് ഹൗസുകളും റൂമുകളും വലിയ വ്യത്യാസങ്ങളുണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് റെൻറ്റ് കൂടും. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് 2800 യൂറോയെ കയ്യിലുണ്ടാവുകയുള്ളൂ. അതിനകത്ത് 1400 യൂറോ ഒക്കെ ഈ റെൻറ്റിന് വേണ്ടി മാത്രം പോകുമ്പോൾ നിങ്ങളുടെ ഫുഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സേവിങ്സ് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും നിങ്ങളുടെ
പേഴ്സിൽ നിങ്ങളുടെ സേവിങ്സ് വെച്ചിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യത്തിൽ മാത്രം നിങ്ങൾ ഫണ്ട് ഇറക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നാടും കൂടൊക്കെ വിട്ട് നിങ്ങൾ വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന സ്ഥലത്ത്, അതായത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഇതുണ്ടാവണം, വാല്യൂ ഉണ്ടാവണം. ഓക്കെ, തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചു, എനിക്ക് ഇങ്ങനെയൊരു ലൈഫ് മക്കൾക്ക് കൊടുക്കാൻ പറ്റി എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. ഓക്കെ, ഇതിനെല്ലാം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് പോകുന്ന ഫുഡ്. ഓക്കെ, നമ്മൾ പറ്റുമെങ്കിൽ പരമാവധി സ്വന്തം കുക്ക് ചെയ്യുക. പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എക്സ്പെൻസുകൾ വരും. പ്രത്യേക ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ പോകുമ്പോൾ കാശ് പോകുന്ന വഴി അറിയത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വല്ലപ്പോഴും ഒക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോക്കോ. അല്ലാത്ത പക്ഷം സ്വയം കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പെൻസ് കുറച്ച് നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് ഭക്ഷണം കഴിക്കേണ്ടതെന്നല്ല, മറിച്ച് എല്ലാ ദിവസവും ഉത്സവമാണെങ്കിൽ നമുക്ക് ആ ഒരു ഫെസ്റ്റിവലിനോടുള്ള എന്തൂസിയാസം നഷ്ടപ്പെടും. ഓക്കെ, അതുകൊണ്ട് അതേപോലെ തന്നെ നല്ല സൂപ്പർ മാർക്കറ്റുകളുണ്ട്, വില കുറച്ച് കിട്ടുന്ന അൽഡി ഉണ്ട്, റേവയുണ്ട്, ലിഡിലുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഒരു പരിധി വരെ 180 തൊട്ട് 200 യൂറോ വരെയൊക്കെ റൗണ്ട് പുറത്ത് പോയി നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വെക്കാം. മന്ത്ലി ഒരുമിച്ചൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരും. 430 യൂറോ, 450 യൂറോ, 500, 600 യൂറോ ഒക്കെ വരും. വലിയൊരു 4 പേരടങ്ങുന്ന കുടുംബമൊക്കെ ആണെങ്കിൽ വരുന്നതാണ്. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഞാനിതൊരു ജനറലായിട്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്, പക്ഷേ ഇങ്ങനെയാണ് സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ജോലിക്ക് പോകുന്നത് ഹോസ്പിറ്റലിന് അടുത്തല്ല നമ്മുടെ വീടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഊബാന അല്ലെങ്കിൽ എസ്ബാന അല്ലെങ്കിൽ നമ്മുടെ ടാക്സിയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ തന്നെ അതിന് എക്സ്പെൻസ് വരും. ഇപ്പം മന്ത്ലി ഒക്കെ എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്ന ഓപ്ഷൻസുകളുണ്ട്. പരമാവധി ഈ 49 യൂറോ ടിക്കറ്റ്, 69 യൂറോ ടിക്കറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ യൂറോ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ജർമ്മനിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ കുറേ കാശുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊരു എറൗണ്ട് ഒരു 30 to 60 യൂറോ വരെ നമുക്ക് എങ്ങനെയാണെങ്കിലും ട്രാവലിനായിട്ടൊക്കെ വരും, അറൗണ്ടിൽ വരും. കാരണം നമുക്ക് യാത്ര ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇത് എടുത്തേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ട്രാവലിങ്ങിനായിട്ടൊരു കാറ് ജർമ്മനി വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിനായിട്ട് വരുന്ന ചിലവുകൾ നോക്കാം. കാറിന് ഇപ്പോൾ EMI അല്ലെങ്കിൽ ലോൺ ഇട്ടാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തിരിച്ചടയ്ക്കണം. അതിനായിട്ടൊരു 150 യൂറോ തൊട്ട് 300 യൂറോ വരെ ചിലവ് മാസം വരാം. അതല്ലെങ്കിൽ അതിന് ഫ്യൂവൽ അടിക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അങ്ങനെയെങ്കിൽ നമുക്കൊരു 100 തൊട്ട് 200 യൂറോ വരെ മാസം ചിലവ് വരും. ഇതൊക്കെ എക്സ്ട്രാ എക്സ്പെൻസുകൾ വരുന്നതാണ്. കാർ മാത്രം പോരാ, കാറിന് അടിക്കേണ്ട പെട്രോൾ വേണം, ഡീസൽ വേണം, അല്ലെങ്കിൽ എന്താണ് കറണ്ട് ആണെങ്കിലും നമ്മൾ ഇതിനുള്ള ഒരു ഫണ്ടിങ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതേപോലെ തന്നെ ഇൻഷുറൻസിനായിട്ടൊരു 50 യൂറോ തൊട്ട് 150 യൂറോ വരെയാണ് ചിലവ് വരുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ്, മറ്റു പണികൾക്കൊക്കെ ആയിട്ട് മാസം ഒരു 20 തൊട്ട് പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് മാസം അതിൻ്റെ മെയിൻ്റെനൻസിനായിട്ടൊക്കെ 20 തൊട്ട് 50 യൂറോ വരെ ചിലവ് വരാം. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ഒരു കാർ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാസം വരാവുന്ന ചിലവ് എന്ന് പറയുന്നത് 330 യൂറോ തൊട്ട് 720 യൂറോ വരെയാണ്. ഇതെല്ലാം നിങ്ങൾ വാങ്ങിക്കുന്ന കാറിൻ്റെ മോഡൽ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് ഏത് ടൈപ്പാണ്, പിന്നെ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ ഇനി എക്സ്ട്രാ എക്സ്പെൻസ് എത്ര വരും എന്ന് നോക്കാം. ഫോൺ വരും, ഇൻ്റർനെറ്റ് വരും, പിന്നെ നമുക്ക് ഡ്രസ്സ് മേടിക്കുന്ന ക്ലോത്തിങ് വരും, പിന്നെ എല്ലാം ലീഷർ ആക്ടിവിറ്റീസ് എൻജോയ്മെൻറ്റിന് ഉപയോഗിക്കുന്നതും, അതേപോലെ എക്സ്ട്രാ ട്രാവലിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഗിഫ്റ്റ് മേടിക്കുവാണെങ്കിലും ഒക്കെ ഇതൊക്കെ എക്സ്പെൻസുകളാണ്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷന്, ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ്സ്ക്രിപ്ഷന്, അല്ലെങ്കിൽ ടിക്ക് മാർക്കുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എക്സ്ട്രാ എക്സ്പെൻസുകളാണ്. ഇതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺസ്, ആൾക്കാരനുസരിച്ച് ഇതിനൊക്കെ ചിലവ് വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഈ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. മെയിനായിട്ടുള്ള എക്സ്പെൻസുകൾ കഴിഞ്ഞ് ഇനി നമുക്ക് സേവിങ്സ് എത്ര ഉണ്ടാവും നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ രാവും പകലും അധ്വാനിച്ച് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് വന്ന് നമ്മൾ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുവാണെങ്കിൽ സേവിങ്സ് എപ്പോഴും ഡിപ്പെൻഡ് അപ്പോൺ
ഒരാളിൽ തന്നെയാണ്, നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ എത്ര ചിലവാക്കുന്നു അതിനനുസരിച്ച് സേവിങ്സ് കുറഞ്ഞു വരും, എത്ര കുറച്ച് ചിലവാക്കുന്നു സേവിങ്സ് കൂടി വരും. ഓക്കെ, അതായത് നിങ്ങളുടെ ഈ ബ്രൂട്ടോ സാലറിയിൽ നിന്ന് നെറ്റോ സാലറി ആയിട്ട് മാറുമ്പോൾ എല്ലാം സോഷ്യൽ കോൺട്രിബ്യൂഷനും എല്ലാം പിടുത്തവും കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ കിട്ടുന്നത് 2300 യൂറോ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെൻ്റായിട്ട് വരുന്നത് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ 450 യൂറോ ആണ് എന്നുണ്ടെങ്കിൽ, ഫുഡിനായിട്ട് നിങ്ങൾ 250 യൂറോ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് നിങ്ങൾ ജസ്റ്റ് 49 യൂറോ ആണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോണ്, ഇൻ്റർനെറ്റ് എന്നിവയ്ക്ക് നിങ്ങൾ 25 യൂറോയാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ക്ലോത്തിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ 50 യൂറോയും പിന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ഒരു 50 യൂറോയും കൂടെ മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരിക എന്ന് പറയുന്നത് 900 യൂറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അപ്രോക്സിമേറ്റ് സേവിങ്സ് ആയിട്ട് വരിക എന്ന് പറയുന്നത് 1400 യൂറോ തൊട്ട് 1500 യൂറോ വരെയാണ്. ഓക്കെ, സേവിങ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2300 സാലറിയിലാണ് ഞാൻ പറയുന്നത്. അതായത് നാട്ടിലെ ഒരു 1.5 ലക്ഷത്തിനടുത്താണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സിംഗിളായിട്ട് നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഫാമിലി ആയിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡും വൈഫും മക്കളുമായിട്ടൊക്കെ കൂടി വരുമ്പോൾ ഇത് കുറയും. 2500 യൂറോ ആണ് നിങ്ങളുടെ കയ്യിൽ പിന്നെ കിട്ടുന്നതെങ്കിൽ, ബ്രൂട്ടോ ആയിട്ട് കിട്ടുന്നതെങ്കിൽ, അതിനകത്ത് റെൻ്റായിട്ട് 950 യൂറോ തൊട്ട് ഫുഡിന് 500 യൂറോ, ട്രാൻസ്പോർട്ടേഷന് 70 യൂറോ, ഫോൺ ഇൻ്റർനെറ്റിന് 50 യൂറോ, പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചിലവുകൾക്കൊക്കെ ആയിട്ട് പിന്നെ ഒരു 80 യൂറോ ഒക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഭക്ഷണം, ക്ലോത്തിങ് ഒക്കെ പെടുന്നുണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ കൈ വരിക 1800 യൂറോ ആണ്. ഫാമിലിക്കാണ് ഞാൻ പറയുന്നത്, ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം 700 യൂറോ തൊട്ട് 800 യൂറോ വരെയാണ്. അതായത് നാട്ടിലെ 80,000-നടുത്ത രൂപ. ഓക്കെ, ഇത് ഞാൻ അപ്രോക്സിമേറ്റ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ഡിപ്പെൻഡ്സ് ഓൺ അസ്. എത്രത്തോളം ലാവിഷായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രത്തോളം സേവിങ്സ് കുറയും. എത്രത്തോളം ഒരു മിനിമലിസ്റ്റ് വേ ഓഫ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്രത്തോളം നിങ്ങളുടെ സേവിങ്സ് ഉയരുകയും ചെയ്യും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാലറി ഉയർത്താനുള്ള വഴികളുണ്ട്. അത് എക്സ്ട്രാ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് സാലറി ഉയർത്തുക, എക്സ്പെൻസ് കുറയ്ക്കുക, സേവിങ്സ് കൂട്ടുക. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണേൽ ചോദിച്ചാൽ മതി. പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെ കുറച്ച് കുടുക്കയിലിട്ട് വെക്കുന്നവർ കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജനറലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഈ പറയുന്ന മോഹവാഗ്ദാനങ്ങളൊന്നും പെട്ടരുത്. ദൈവം യാഥാർത്ഥ്യത്തോടെ ജർമ്മനി പോവുക. മോഹവാഗ്ദാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഡിപ്രഷനിലേക്ക് പോകും. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കി മാത്രം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എന്ത് ഗൈഡൻസിനും സേഫ് ഹോം ജർമ്മനി ഉണ്ട്, ഡോയ്ച്ച് മെഡിസിനുണ്ട്, nexttalent.org ഉണ്ട്. എന്തിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. വി വിൽ ഹെൽപ്പ് യു ഔട്ട്. സോ കുറച്ച് നീണ്ടുപോയെന്നറിയാം, ബട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ടേക്ക് കെയർ. സീ യു ടുമാറോ.